ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ബുധനാഴ്ച ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും തടസ്സങ്ങൾ മാറാനും വേണ്ടി ഗണപതി ഭഗവാന് ചെയ്യുന്ന ഒരു വഴിപാടാണ്. ഇത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും. ഇനി ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കില്ല, അതായത് വീടിനടുത്ത് ഗണപതി ക്ഷേത്രം ഇല്ല എന്നുള്ളവർ, നമ്മുടെ വീടിനടുത്ത് ഏതൊരു ക്ഷേത്രമുണ്ടെങ്കിലും തീർച്ചയായും അവിടെ ഉപദൈവമായി ഗണേശനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗണേശ ക്ഷേത്രം ഇല്ല എന്നൊരു പരാതി ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അബ്രോഡൊക്കെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ വീടിനടുത്ത് അങ്ങനെ ഒരു ഗണപതി ക്ഷേത്രമില്ല. ചിലരൊക്കെ അരമണിക്കൂറും അല്ലെങ്കിൽ 45 മിനിറ്റുമൊക്കെ യാത്ര ചെയ്ത് വേണം ക്ഷേത്രത്തിൽ പോവാൻ എന്ന് 1-2 പേരൊക്കെ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് വീട്ടിലിത് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാനിത് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏതൊരു ബുധനാഴ്ച വേണമെങ്കിലും ചെയ്യാം. കറുത്ത പക്ഷമെന്നോ വെളുത്ത പക്ഷമെന്നോ ഒന്നുമില്ല. ഇത് ഞാൻ ഇടയ്ക്കൊരിക്കൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഇതാദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇത് ഇവിടെയുള്ള എല്ലാവരും എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യുന്ന ഒന്നാണ്. ഞാനും ഇവിടെ വന്നിത് അറിഞ്ഞതിന് ശേഷം ഇപ്പോഴും ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുടർച്ചയായ 7 ബുധനാഴ്ചകളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ തുടർച്ചയായ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് പീരിയഡ്സ് വന്ന് നമുക്ക് മുടങ്ങി പോവാറുണ്ട്. ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള മക്കളെ കൊണ്ടോ ഹസ്ബൻഡിനെ കൊണ്ടോ ചെയ്യിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മുടക്കാതെ തന്നെ നമുക്കത് ചെയ്തു കൊണ്ടുപോകാം. അവർക്കത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച മുടങ്ങി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇപ്പം 3 ആഴ്ച നിങ്ങൾ ചെയ്തു, 4ാമത്തെ ആഴ്ച പീരിയഡ്സ് ആയെങ്കിൽ ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്തിട്ട് വരുന്ന ആഴ്ച നമ്മൾ 4 എന്നുള്ളത് കൗണ്ട് ചെയ്ത് 7 ആഴ്ച കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ ഇതിനങ്ങനെ വ്രതം എടുക്കണമെന്നൊന്നുമില്ല. ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം, നോൺ വെജ് കഴിച്ചിട്ട് നമ്മളിത് ചെയ്യരുത്. ഇപ്പം ബുധനാഴ്ച ദിവസം നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രാവിലെ ഇത് ക്ഷേത്രത്തിൽ പോയി ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ നോൺ വെജ് കഴിക്കാവുന്നതാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുധനാഴ്ച ഇപ്പം രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുക. ഇതിൽ പോകുമ്പോൾ നമ്മൾ ശർക്കര എന്ന് പറയുമ്പം ഒരു ഉണ്ട ശർക്കര മതിയാകും. ഇപ്പം പല ആകൃതിയിലുള്ള ശർക്കര നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിപ്പോൾ ഏറ്റവും കുഞ്ഞു പീസായാലും കുഴപ്പമില്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരു ശർക്കര, പക്ഷേ ഉടച്ച ശർക്കര ആവരുത്. അതായത് നമ്മൾ ഒരു ശർക്കര മേടിച്ചിട്ട് അത് ഉടച്ച് പകുതിയാക്കി ഭഗവാന് കൊടുക്കരുത്. അത് മൊത്തമായിട്ട് ഒരു ഉണ്ടയായിട്ട് തന്നെ ഭഗവാന് കൊണ്ടുപോയി നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അപ്പം ഈ 7 ആഴ്ചയിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ ഈ ശർക്കര സമർപ്പിക്കുമ്പം അതിനോടൊപ്പം ഒരു തേങ്ങായും കൂടി ഭഗവാന് സമർപ്പിക്കണം. അത് പൊട്ടിച്ച് അങ്ങനെ സമർപ്പിക്കാം. അങ്ങനെയല്ല മുഴുവനായിട്ട് ഭഗവാന് മുൻപിൽ ശ്രീകോവിലിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇത് വാങ്ങിച്ചാൽ മതിയാവും. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു തേങ്ങായും ഒരു ശർക്കരയും ആദ്യത്തെ ആഴ്ച മാത്രം മതി. ആദ്യത്തെ ആഴ്ചയും, അതായത് 1ാമത്തെ ആഴ്ചയും 7ാമത്തെ ആഴ്ചയും നമ്മൾ ശർക്കരയോടൊപ്പം തേങ്ങ സമർപ്പിക്കണം. ബാക്കി എല്ലാ ഇടയ്ക്കുള്ള ആഴ്ചകളിലും നമ്മൾ ശർക്കര മാത്രം ഭഗവാന് സമർപ്പിച്ചാൽ മതിയാവും. ആദ്യത്തെ ആഴ്ച ഇപ്പം നാളെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതെങ്കിൽ നാളെ പോകുമ്പം ഒരു ശർക്കരയും ഒരു തേങ്ങായും കൊണ്ടുപോകുന്നു, ഭഗവാന് മുൻപിൽ ചെല്ലുന്നു. തേങ്ങ ഭഗവാന് സമർപ്പിച്ചിട്ട് 7 ആഴ്ചകൾ, അതായത് 7 ബുധനാഴ്ചകളിൽ ഞാൻ ഈ പരിഹാരം ചെയ്യുകയാണ്. തടസ്സമില്ലാതെ ഇത് ചെയ്യാനും ഇതിൻ്റെ ഫലം എനിക്ക് ലഭിക്കാനും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഭഗവാൻ ഒന്നുകിൽ ആ തേങ്ങ ഉടയ്ക്കുക, അല്ലെങ്കിൽ അത് ഭഗവാന്റെ ശ്രീകോവിലിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ശേഷം ആ ശർക്കര നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എന്താഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത്, എന്താഗ്രഹത്തിന് മുൻപിലെ തടസ്സമാണോ നിങ്ങൾക്ക് മാറിക്കിട്ടേണ്ടത്, ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണമെന്ന് പറഞ്ഞ് ആ ശർക്കര കയ്യിൽ വെച്ച് ഒരൊറ്റ തവണ ആ ഒരു ശ്രീകോവിലിന് അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന് നമ്മൾ വലം വയ്ക്കുന്നു.
വലം വെച്ചിട്ട് സാധാരണ ഞങ്ങളൊക്കെ ഇവിടെ വെറ്റിലയ്ക്ക് മുകളിൽ ശർക്കര കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതൊരു വെറ്റിലയുടെ മുകളിലോ വാഴയിലയുടെ മുകളിലോ ഭഗവാന് മുൻപിൽ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിച്ച് അവിടെ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ 108 പ്രാവശ്യം ഓം ഗം ഗണപതയേ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചൊല്ലുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. അതായത് ഇത് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓം ഗം ഗണപതയേ നമഃ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ചൊല്ലാവുള്ളൂ. അതോടുകൂടി നമ്മുടെ ആ ഒരാഴ്ചയിലെ കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച വരുമ്പം ഇതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്നു. നമ്മൾ ഭഗവാന് രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം, നാലാമത്തെ പ്രാവശ്യം, അഞ്ചാമത്തെ പ്രാവശ്യം, ആറാമത്തെ പ്രാവശ്യം നമ്മൾ ശർക്കര മാത്രം സമർപ്പിച്ചാൽ മതിയാകും. ഇനി ഇതിനിടയ്ക്ക് നിങ്ങളുടെ ആ ഒരു തടസ്സം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയാലും 7 ആഴ്ച എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക തന്നെ വേണം. ആഗ്രഹം സാധിച്ചു കിട്ടിയ അതുകൊണ്ട് ഞാനിനി ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇത് നിർത്തരുത്. അത് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ ആഴ്ചയിലും ഒരേ സമയം തന്നെ പാലിക്കണം എന്നൊന്നുമില്ല. അതായത് ഇപ്പം നിങ്ങൾ ആദ്യത്തെ ബുധനാഴ്ച രാവിലെയാണ് ചെയ്തതെങ്കിൽ അടുത്ത ബുധനാഴ്ച നിങ്ങൾക്ക് വൈകിട്ടും ചെയ്യാം. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ആദ്യം നിങ്ങളിത് ക്ഷേത്രത്തിലാണ് സമർപ്പിച്ചതെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ഇത് ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കണം. അത് നിർബന്ധമാണ്. വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമല്ലോ. അതൊന്ന് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് മുൻപിൽ ഒരു ദീപം തെളിയിക്കണം. അതും വെളിച്ചെണ്ണയോ നെയ്യോ കൊണ്ടുള്ള ഒരു ദീപം തെളിയിച്ചിട്ട് നിങ്ങൾക്ക് ഇതേ രീതി തന്നെ ഭഗവാന് മുൻപിൽ ചെയ്യാവുന്നതാണ്. ഒരു തേങ്ങ സമർപ്പിക്കാം. ആ തേങ്ങ പിന്നെ നിങ്ങൾക്ക് വീട്ടിലോട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ നോൺ വെജിന് ഒരിക്കലും ആ ഒരു തേങ്ങ നിങ്ങൾ എടുക്കരുത്. പിന്നെ ഭഗവാൻ ഇതേപോലെ ശർക്കര സമർപ്പിക്കുന്നു. ആ ശർക്കരയും നിങ്ങൾക്കെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ സമർപ്പിച്ച ആ ഒരു തേങ്ങയും ശർക്കരയും കൊണ്ട് ഭഗവാന് ശർക്കര പായസമോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി സമർപ്പിക്കാം. പിന്നെ വീട്ടിലാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 7 ആഴ്ചത്തെയും ശർക്കര ചേർത്ത് വെച്ച് അവസാനത്തെ 7ാമത്തെ ആഴ്ച നമുക്ക് ഭഗവാൻ ഒരു ചെറിയ പായസമോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ, ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നോൺ വെജിന് മാത്രം ഇത് എടുക്കരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഭഗവാന് കറുകയിലയോ കറുകമാലയോ അങ്ങനെയൊക്കെ സമർപ്പിക്കാം. പക്ഷേ മറ്റൊന്നുമില്ലെങ്കിലും ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ 7 ആഴ്ച നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.